Hi students, this time we can have a glance on the life of Anne Frank, a victim of a Jewish Holocaust. Anne Frank, Anneliese Mary Anne Frank. ആൻ ഫ്രാങ്ക് എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ഈ കുട്ടി ജൂൺ 12 1929 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എന്ന ഒരു സിറ്റിയിൽ ജനിക്കുകയുണ്ടായി. ഈ കുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് പരിചയപ്പെടാം. അവരുടെ ഇമേജസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫാദേഴ്സ് നെയിം ഓട്ടോ ഫ്രാങ്ക്, മദേഴ്സ് നെയിം എഡിത്ത് ഫ്രാങ്ക്, സിസ്റ്റേഴ്സ് നെയിം മാർഗറ്റ് ഫ്രാങ്ക്. ഓക്കെ, അപ്പോൾ ആൻ ഫ്രാങ്ക് നല്ലൊരു ഫാമിലിയിൽ 1929 ജർമ്മനിയിൽ ജനിക്കുകയുണ്ടായി. ഇറ്റ് വാസ് ആക്ച്വലി എ ജൂയിഷ് ഫാമിലി. ഷി വാസ് ബോൺ ഇൻ എ ജൂയിഷ് ഫാമിലി. ഇനി ആൻ ഫ്രാങ്കിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആൻ ഫ്രാങ്കിൻ്റെ ക്യാരക്ടേഴ്സ് ഇക്കാര്യങ്ങളാണ്. ഈ വേർഡ്സിൽ നമുക്ക് പറയാൻ സാധിക്കും. ഷി വാസ് എ പ്രക്കോഷ്യസ് ചൈൽഡ്. എന്താണ് പ്രക്കോഷ്യസ് എന്നാൽ പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിക്കുന്നതിനെയാണ് നമ്മൾ പ്രക്കോഷ്യസ് എന്ന് പറയുക. ഷോയിങ് മെച്യൂരിറ്റി അറ്റ് എൻ ഏർലി ഏജ്. ഓക്കെ, ആൻഡ് ഷി ഹാഡ് എ പെർസീവറൻസ് സ്ഥിരോത്സാഹമെന്നാണ്. ഷി ഹാഡ് എ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷമ സാഹചര്യത്തെയും ഓവർകം ചെയ്ത് പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടർ ട്രൈറ്റിനെയാണ് റെസിലിയൻസ് എന്ന് പറയുക. അത് നമുക്കെല്ലാവർക്കും വേണ്ടുന്ന ഒരു ക്യാരക്ടറാണ് ഈ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊരു വിഷമ സാഹചര്യത്തെയും അതിനെ പെട്ടെന്ന് ഓവർകം ചെയ്ത് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് മനസ്സിനെയും ഒക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിനെയാണ് റെസിലിയൻസ് എന്ന് പറയുക. ദെൻ ഷി ഹാഡ് എ കറേജ് അവൾക്കുണ്ടായിരുന്നു. ദെൻ ഷി ഹാഡ് എ സ്ട്രോങ് ഏർജ് ടു സ്റ്റഡി. പഠിക്കണമെന്നുള്ള വലിയൊരു ആവേശം, എ സ്ട്രോങ് ഡിസയർ ആൻ ഫ്രാങ്കിനുണ്ടായിരുന്നു. ആൻഡ് ഹെർ ആംബിഷൻ വാസ് ടു ബിക്കം എ ജേർണലിസ്റ്റ്. ആംബിഷൻ ഒരു ജേർണലിസ്റ്റ് ആകുക എന്നുള്ളതായിരുന്നു ഈ കുട്ടിയുടെ ആഗ്രഹം. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു Anne Frank's life. At the age of 4.5 in 1933, soon after Hitler came to power, Anne and her family escaped Nazi Germany and moved to Netherlands. അതായത് ആൻ ഫ്രാങ്കിന് 4.5 വയസ്സുണ്ടായിരുന്നപ്പോൾ 1933 ഹിറ്റ്ലർ ജർമ്മനിയുടെ അധികാരത്തിലേക്ക് എത്തുകയും അതേ വർഷം തന്നെ എന്ത് ചെയ്തു, ആനും ആൻ്റെ ഫാമിലിയും നാസി ജർമ്മനിയിൽ നിന്നും എസ്കേപ്പ് ചെയ്തുകൊണ്ട് നെതർലാൻഡ്സിലേക്ക് പോവുകയും ചെയ്തു. ഓക്കെ, ദേ സെറ്റിൽഡ് അറ്റ് ആംസ്റ്റർഡാം. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിലേക്ക് അവർ സെറ്റിൽഡ് ആവുകയും ചെയ്തു. അറ്റ് ആംസ്റ്റർഡാം ദേ ലെഡ് എ പീസ്ഫുൾ ലൈഫ് അൻറ്റിൽ മെയ് 1940. 1940 വരെ, 1940 വരെ ആൻ ഫ്രാങ്കിനും ഫാമിലിക്കും സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ലഭിക്കുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവൻ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. 1940 നാസി ജർമ്മനി നെതർലാൻഡ്സിനെ ഇൻവേഡ് ചെയ്തു, ആക്രമിച്ച് അതിനെ കീഴടക്കുകയും ചെയ്തു. അവിടെ ജർമ്മൻ നാസി പട്ടാളത്തിൻ്റെ മേധാവിത്വം വരികയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ആൻ ഫ്രാങ്ക്സ് ഡയറി. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആൻ ഫ്രാങ്ക് ഡയറി എഴുതിയതിലൂടെയാണ് ഫേമസ് ആയത്. ആൻ ഫ്രാങ്ക് ഡയറി എഴുതിയതിലൂടെയാണ് ഹിസ്റ്ററിയിൽ തന്നെ, ചരിത്രത്തിൽ തന്നെ ഇടം നേടുകയും ചെയ്തത്. ചരിത്രത്തെ സ്വാധീനിക്കാനും സാധിച്ചത് ഒരു ഡയറിസ്റ്റ് എന്ന നിലയിലാണ്. സോ ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ ഓൺ ഹെർ ഡയറി. ഓൺ ഹെർ 13th ബർത്ത്ഡേ ഷീ റിസീവ്ഡ് എ ഡയറി ആസ് ബർത്ത്ഡേ ഗിഫ്റ്റ്. 13ാം വയസ്സിൽ അവൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഈ ഒരു ഡയറി ലഭിച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഇമേജ്. ആൻഡ് കോൾഡ് ദാറ്റ് ഡയറി എസ് കിറ്റി. അവൾ ആ ഡയറിയെ വിളിച്ചത് എങ്ങനെയാണ്? കിറ്റി എന്നാണ് ഈ ഡയറിയെ അവൾ വിളിച്ചത്. ആ ഡയറി ഒരു പക്ഷേ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ കാണാൻ സാധിക്കും ഓരോ താളുകളിലും, ഓരോ ഡയറികളിലും ഡിയർ കിറ്റി, ഹായ് കിറ്റി എന്നൊക്കെ അവൾ ഡയറിയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഡയറിയിൽ, ഇൻ ദാറ്റ് ഡയറി ഷീ ഓപ്പൺഡ് ഹെർ മൈൻഡ്. അവൾ ആ ഡയറിയിലാണ് അവളുടെ മനസ്സിനെ തുറന്നു വെച്ചത്. ആ ഡയറിയിലാണ് ഹെർ ഇന്നർ തോട്ട്സ്, ഫീലിങ്സ്, കോൺഫ്ലിക്ട്സ് എക്സെട്ര. അവളുടെ മാനസിക ചിന്തകൾ, വ്യാപാരങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങളൊക്കെയും ആ ഡയറിയിലേക്ക് അവൾ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയാം ഒരു പരിധിവരെ. ദിസ് ഡയറി ഈസ് കൺസിഡേർഡ് ആസ് ആൻ എക്സലൻറ്റ് കമൻറ്ററി ഓൺ ഹിറ്റ്ലേഴ്സ് ആട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് ജൂസ്. ആ സെൻറ്റൻസ് ഒന്ന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ആട്രോസിറ്റീസ് എന്ന് പറഞ്ഞാൽ പീഡനങ്ങൾ, ഓക്കെ, ഉപദ്രവങ്ങൾ. അപ്പോൾ ഈ ഡയറിയിൽ നല്ലൊരു കമൻറ്ററി, ഒരു മികവാർന്ന കമൻറ്ററി ഉണ്ട്. എന്തിനെക്കുറിച്ചാണ്? ജൂതന്മാർക്കെതിരെയുള്ള ഹിറ്റ്ലറുടെ കമൻറ്ററി. ഓക്കെ, ആൻസ് ഡയറി ബിഗിൻസ് ഓൺ 14 ജൂൺ 1942. 1942 13ാം വയസ്സിൽ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയ ഈ ഡയറി അവൾ എഴുതി തുടങ്ങുന്നത് 14 ജൂണിനാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡയറിയെക്കുറിച്ച് ആമുഖമായിട്ട് പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു
ആൻ ഫ്രാങ്ക്സ് സീക്രട്ട് അനക്സ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 1942 ഡയറി എഴുതിയെന്ന് നമ്മൾ പറയുകയുണ്ടായി. അന്നേ വർഷം തന്നെ 1942 തന്നെ അവർക്ക് ആൻ ഫ്രാങ്കിൻ്റെ ഫാമിലിക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും മറ്റൊരു രഹസ്യ ഷെൽട്ടറിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. As persecutions towards Jewish people increased in July 1942, the family went into a hiding place. ജൂതന്മാർക്കെതിരെയുള്ള ഉപദ്രവങ്ങൾ കൂടിയത് കൊണ്ട് ഇവർക്കും ആൻ ഫ്രാങ്കിന് ഫാമിലിക്ക് ഒക്കെ ഒരു രഹസ്യ താവളത്തേക്ക് പോകേണ്ടി വന്നു. ദ ഹൈഡ് ഔട്ട് വാസ് an attic annex above the Opta office where Anne's father worked. ആൻ ഫ്രാങ്കിൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന, ജോലി എടുത്തിരുന്ന ആ സ്ഥാപനത്തിൻ്റെ തട്ടിൻ പുറത്തായിരുന്നു ഇവരുടെ ഒളിത്താവളം. ദ ഹൈഡ് ഔട്ട് കോൾഡ് അസ് ആക്സ്റ്റഹാസ്. ആക്സ്റ്റഹാസ് എന്ന് പറഞ്ഞാൽ ഡച്ചിൽ പറയുന്നതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ സീക്രട്ട് അനക്സ് എന്നാണ്, ഒളിത്താവളം. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ഇമേജസ് ഉണ്ട്. സീക്രട്ട് അനക്സിനെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഇമേജ് നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ ഒരു കോണിപ്പടിയുണ്ട്. കോണിപ്പടി കയറുന്നത് ഒരു ബുക്ക് ഷെൽഫിൻ്റെ മുൻപിലായിരിക്കും. ഈ ബുക്ക് ഷെൽഫ് എന്ത് ചെയ്യാൻ സാധിക്കും? അതിങ്ങനെ ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ തുറക്കാനും അടയ്ക്കാനും സാധിക്കും. ഓക്കെ, തുറന്നു കഴിഞ്ഞാൽ ഇവർ താമസിച്ചിരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക്, ആ രഹസ്യ താവളത്തേക്ക്, ഹൈഡ് ഔട്ടിലേക്ക് കയറാൻ സാധിക്കും. സോ ഇവർ താമസിച്ചിരുന്ന ആ അപ്പാർട്ട്മെൻറ്റിനെ ഒളിപ്പിച്ചിരുന്നത് ഈ ബുക്ക് ഷെൽഫ് ഉണ്ടായിരുന്നു. ഓക്കെ, ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് എ ഗുഡ് പിക്ചർ റിഗാർഡിംഗ് ദ സീക്രട്ട് അനക്സ്. ദെൻ ആൻ ഫ്രാങ്ക് ഫാമിലി താമസിച്ചിരുന്ന ഹൈഡ് ഔട്ടിൽ, ഒളിത്താവളത്ത് അവരെ 4 പേരെ കൂടാഞ്ഞ് വേറെ 4 പേര് കൂടെ ഉണ്ടായിരുന്നു. അവരെ കൂടെ നമുക്ക് പരിചയപ്പെടാം. ഫ്രാങ്ക് ഫാമിലി വാസ് ജോയിൻഡ് ബൈ ഹെർമൻ ആൻഡ് അഗസ്റ്റ് വാൻ പെൽസ് ആൻഡ് ദെയർ സൺ പീറ്റർ ആൻഡ് ലേറ്റർ ബൈ ഡെൻഡേഴ്സ് ഫ്രിസ് പെഫർ, ഓൾ ഓഫ് ഹൂം വെയർ ജൂയിഷ്. അപ്പോൾ ഇവരെ കൂടാതെ 4 അംഗങ്ങൾ കൂടെ വന്നിരുന്നു. അവരെക്കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ ഇമേജസും ഇവിടെ ഉണ്ട്, അവരുടെ പേരുകളും വിവരിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട മറ്റൊരു ഒരു പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഇനി പറയുന്നത്. ദ 8 members were protected and helped by Meep, Geese and Ellie, who were the employees of Otto Frank's office. അതായത് ഓട്ടോ ഫ്രാങ്ക് ജോലി ചെയ്തിരുന്ന ആ സ്ഥാപനത്തിലെ 2 ജീവനക്കാരാണ് ഈ മീപ്പ്, ഗീസ് ആൻഡ് എല്ലി. സത്യത്തിൽ ഇവരാണ് ഈ പറയുന്ന 8 പേരെയും പ്രൊട്ടക്റ്റ് ചെയ്തതും അവർക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. ഓക്കെ, ദേ മീറ്റ് ഓൾ ഓഫ് ദെയർ നീഡ്സ്, എൻഷുവർഡ് ദെയർ സേഫ്റ്റി ആൻഡ് സപ്ലൈഡ് വിത്ത് ദം ഫുഡ്, ന്യൂസ് പേപ്പേഴ്സ് എക്സെട്ര. ഇവിടെ മീപ്പ് ഗീസിൻ്റെ ഇമേജ് ഞാൻ കാണിച്ചിട്ടുണ്ട്. മീപ്പ് ഗീസ് സിമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1909 till 2010 വരെ മീപ്പ് ഗീസ് എന്ന് പറയുന്ന ഈ ഓണറബിൾ ലേഡി ജീവിച്ചിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഇൻ നാസി ജർമ്മനി ആൻറ്റി ജൂയിഷ് ഡിക്രീസ് റൂൾഡ് ദ ഡേ. ആക്ച്വലി ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന വിവരണങ്ങളെല്ലാം ഒന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. നാസി ജർമ്മനിയിൽ ജൂത വിരുദ്ധ നിയമങ്ങളും ഒക്കെ അവിടെ നിലനിന്നിരുന്നു. അതെന്തൊക്കെയാണ്? ജൂസ് വെയർ സപ്പോസ് ടു വെയർ എ യെല്ലോ സ്റ്റാർ. ദേ ഹാവ് ടു വെയർ എ യെല്ലോ സ്റ്റാർ ഓൾവേസ്. അവരൊരു മഞ്ഞ നക്ഷത്ര ചിഹ്നം പതിക്കണമായിരുന്നു അവരുടെ ശരീരത്തിൽ, അവരുടെ വസ്ത്രത്തിൽ. ദേ വെയർ ബാൻഡ് ഫ്രം ട്രാംസ് ആൻഡ് ഫോർബിഡൻ ടു ഡ്രൈവ്. അവർക്ക് വാഹനം ഓടിക്കുവാനോ ട്രാം വാഹനത്തിൽ കയറുവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവരതിൽ നിന്നെല്ലാം വിലക്ക് ഉണ്ടായിരുന്നു അവർക്ക്. ദേ ഹാഡ് ടു ബി ഇൻഡോസ് ബൈ 8 o'clock. അവർ വൈകുന്നേരം 8 മണിക്ക് ഉള്ളിൽ തന്നെ അവർ ഭവനത്തിനുള്ളിൽ കയറിയിരിക്കണം. ദേ വെയർ ബാർഡ് ഫ്രം തിയേറ്റേഴ്സ്, സിനിമാസ് ആൻഡ് ഫ്രം അതർ പ്ലേസസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അവർ പല വിനോദ പരിപാടികളിൽ നിന്നും വിനോദിക്കുവാനുള്ള ഒരവസരവും അവർക്ക് ഇല്ലായിരുന്നു, നിഷേധിച്ചിരുന്നു. അവർക്ക് അതിൽ നിന്നെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് നാടകങ്ങൾ കാണാൻ തിയേറ്ററിൽ പോകാനോ സിനിമാശാലകളിൽ പോകുവാനോ മറ്റു ഗാർഡനിൽ, ജിം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും അവർക്ക് പ്രവേശനാനുമതി ഇല്ലായിരുന്നു. ദേ കുഡ് ഷോപ്പ് ഒൺലി ഇൻ ജൂയിഷ് ഷോപ്സ്. അവർക്ക് ജൂതന്മാരെ നടത്തിയിരുന്ന ഷോപ്പുകളിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ മേടിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ദേ കുഡ് സ്റ്റഡി ഒൺലി ഇൻ ജൂയിഷ് സ്കൂൾസ്. മാത്രമല്ല ഇവരുടെ മക്കൾക്ക് ജൂതന്മാർ നടത്തിയിരുന്ന, ജൂയിഷ് പീപ്പിൾ നടത്തിയിരുന്ന സ്കൂളുകളിൽ മാത്രമേ പഠിക്കുവാനും അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിരുന്നു. സോ ഇത്തരത്തിലൊക്കെ നാസി ജർമ്മനി അവരെ എന്ത് ചെയ്തിരുന്നു? റൂൾ ചെയ്തിരുന്നു. ഓക്കെ, പ്ലീസ് ട്രൈ ടു സ്റ്റഡി ദീസ് പോയിൻറ്റ്സ്. നെക്സ്റ്റ്, ദ പ്ലൈറ്റ് ഓഫ് ജൂസ് ഇൻ നാസി ജർമ്മനി. നാസി ജർമ്മനിയുടെ പ്ലൈറ്റ് എന്ത് എന്ന് നമുക്ക് നോക്കാം. നാസി ജർമ്മനിയിൽ ജൂതന്മാർ
അവരുടെ ഫെയ്റ്റ്, അവരുടെ വിധി കുറിച്ചാണ് ഈ സ്ലൈഡ് വിവരിച്ചിരിക്കുന്നത്. ഇതും നമ്മൾ പഠിക്കണം. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ മിസറബിൾ, വളരെ കഷ്ടപ്പാടായിരുന്നു അവരുടെ ജീവിത സാഹചര്യം. ദേ വെയർ ഡിനൈഡ് ഫ്രം സിറ്റിസൺഷിപ്പ്, അവർക്ക് പൗരത്വം അവർക്കില്ലായിരുന്നു, നിഷേധിച്ചിരുന്നു. സ്വന്തം നാട്ടിൽ, അതായത് നമ്മൾ പറയില്ലേ ഹോംലെസ് ഇൻ ദെയർ ഓൺ ഹോം ലാൻഡ്, സ്വന്തം നാട്ടിൽ അവർക്ക് പൗരത്വം നിഷേധിച്ചിരുന്നു. ദേ വെയർ സബ്ജക്റ്റഡ് ടു ഓർഗനൈസ്ഡ് ഓസ്ട്രസിസം ആൻഡ് സെക്ലൂഷൻ, അവർക്ക് സംഘടിതമായ ഒരു ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ അവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയിരുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, ദേ വെർ പേഴ്സിക്യൂട്ടഡ് ആൻഡ് ഹോണ്ടഡ്, അവരെ എന്ത് ചെയ്തിരുന്നു? ഉപദ്രവിക്കുകയും നിരന്തരമായി വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരുന്നു ഈ ജൂതന്മാർ. നെക്സ്റ്റ് പോയിൻറ്റ്, ലാക്സ് ഓഫ് ദം വെയർ അറസ്റ്റഡ് ആൻഡ് സെൻറ്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, ലക്ഷക്കണക്കിന് ജൂതന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവർ വിവിധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക്, ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്, ബെർജൻ ബെൽസൺ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നീ പറയുന്ന തടവറകളിലേക്ക് അവരെ അയക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അവിടെ അവർക്ക് ക്രൂരമേറിയ മർദ്ദനവും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും പട്ടിണിക്കിടലും ഒക്കെ സർവ്വസാധാരണമായിരുന്നു. അങ്ങനെ ദുരന്തപൂർണമായ ഒരു ലൈഫും അതിനുശേഷം ഒരു ദാരുണമായ മരണവുമാണ് അവർക്കവിടെ കരുതി വച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് നോക്കേണ്ടത് ആൻസ് ഡയറീസ്. ആൻ ഫ്രാങ്ക് എന്തൊക്കെയാണ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നത്? They are a testimony to the persecution and atrocities towards Jews by Nazi Germany. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി എന്ന് വെച്ചാൽ അതിൽ എഴുതിയിരിക്കുന്നത് എല്ലാം ഒരു അത് ഒതൻറ്റിക് ആയിട്ടുള്ളൊരു പ്രൂഫാണ്, തെളിവാണ്. അവളുടെ എല്ലാ ഡയറികളും ജൂതന്മാർക്കെതിരെയുള്ള നാസി ജർമ്മനിയുടെ പീഡനങ്ങളുടെ ഒരു തെളിവാണ് ഈ ഡയറി. ഓക്കെ, they show not only her personal issues but also the political problems of the times in which she lived. ആ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവളുടെ പേഴ്സണൽ ഇഷ്യൂസ് മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളോ വിഷമതകളോ സംഘർഷങ്ങളോ മാത്രമല്ല, അന്ന് ആ സമയത്ത് അവൾ ജീവിച്ചിരുന്ന സമയത്തുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും പശ്ചാത്തലവും ഒക്കെ അതിൽ വർണ്ണിച്ചിരുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, ഹെർ ഡയറീസ് ഡിസ്കസ്, അവളുടെ ഡയറി ഡിസ്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. അത് വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. 3 കാര്യങ്ങൾ അവളുടെ ഡയറി പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നു. ദ ട്രോമ ഓഫ് കൺഫൈൻമെൻറ്റ്. ട്രോമ മീൻസ് മാനസിക ആഘാതം എന്നൊക്കെ പറയാൻ സാധിക്കും, മാനസിക വ്യഥ. അപ്പോൾ ഒരു തടവറയിൽ പെട്ടതിൻ്റെ ഒരു മാനസിക ആഘാതത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ആക്ച്വലി കൺഫൈൻമെൻറ്റ് ഒരു തടവറ അല്ലെങ്കിൽ പൂട്ടിയിടപ്പെട്ടതെന്നൊക്കെ പറയാൻ സാധിക്കും. അവൾ കഴിഞ്ഞിരുന്ന ആ ഒളിത്താവളം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയൊരു തടവറ തന്നെയായിരുന്നു. ഓക്കെ, അധികമായിട്ട് സംസാരിക്കുവാനോ സഞ്ചാര സ്വാതന്ത്ര്യമൊന്നും അവിടെ ഇല്ലായിരുന്നു. സോ ഫസ്റ്റ് പോയിൻറ്റ്, ദ ട്രോമ ഓഫ് കൺഫൈൻമെൻറ്റ്. ഹെർ ക്രാവിങ് ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവളുടെ അതിയായ ഒരു ഡിസയർ, ദാഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹെർ പ്ലാൻസ് ഫോർ ലൈഫ് ആഫ്റ്റർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഫ്രീഡം. പിന്നെ 3ാമത് ആ ഡയറി ഡിസ്കസ് ചെയ്തിരുന്നത് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം അവളുടെ ജീവിതത്തിൽ ഇട്ടിരുന്ന ഒത്തിരി പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതികളെക്കുറിച്ചും ആ ഡയറിയിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ഇനി ആൻ ഫ്രാങ്കിൻ്റെ ജീവിതാവസാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഓൺ ദ മോർണിംഗ് ഓഫ് 4th August 1944, ദ ആക്സ്റ്റഹൈസ് സീക്രട്ട് അനക്സ് was discovered by the Gestapo. German secret state police discovered the hiding place and all the members were arrested. 1944 ഈ ഒളിത്താവളത്തിൽ നിന്നും ജർമ്മൻ സീക്രട്ട് സ്റ്റേറ്റ് പോലീസ് ഇവരെ കണ്ടെത്തുകയും ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 8 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആൻ ആൻഡ് മാർഗർട്ട് വെയർ സെൻറ്റ് ടു ബെർജൻ ബെൽസൺ, എ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇൻ നോർത്തേൺ ജർമ്മനി. ആനിനെയും ആൻ്റെ സഹോദരിയായ മാർഗറ്റ് ഫ്രാങ്കിനെയും ബെർജൻ ബെൽസൺ എന്ന് പറയുന്ന മറ്റൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കപ്പെട്ടു. ദെയർ ആർ അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ദാറ്റ് ഷീ ഡൈഡ് probably of typhus at the age of 15 along with her sister Margaret Frank. പറയുന്നത് പൂർണ്ണമായിട്ടും കൺഫേംഡ് അല്ലാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നത് ബെർജൻ ബെൽസണിൽ വെച്ചിട്ട് ടൈഫസ് ഫീവർ എന്ന് പറയുന്ന ഒരു എപ്പിഡമിക് രോഗത്താൽ 15-ാം വയസ്സിൽ നമ്മുടെ പ്രിയങ്കരിയായ ആൻ ഫ്രാങ്കും സഹോദരിയും ഈ ലോകം വിട്ട് കടന്നുപോയി, മരിച്ചു. ആൻ ഫ്രാങ്ക്സ് ഫാദർ ഓട്ടോ ഫ്രാങ്ക് വാസ് ദ ഓൺലി സർവൈവർ എമംഗ് ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഈ ഫാമിലി
മെമ്പേഴ്സിൽ അല്ലെങ്കിൽ ആ 8 പേരിൽ ആൻ ഫ്രാങ്കിൻ്റെ അച്ഛനായ ഓട്ടോ ഫ്രാങ്ക് മാത്രമാണ് അതിജീവിച്ചത്, ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചത്. അദ്ദേഹം 1945 ജനുവരി 27 ഔഷ്വിറ്റ്സിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെട്ടു. പിന്നെ അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ വൈഫ് മരിച്ചു, അതുപോലെ തന്നെ തൻ്റെ 2 പെൺകുട്ടികൾ ആൻ ഫ്രാങ്കും മാർഗറ്റുമൊക്കെ മരിച്ചു എന്ന് അദ്ദേഹത്തിന് പിന്നാലെ വാർത്തയും കിട്ടി. തുടർന്ന് മീപ് ഗീസ് had recovered the materials from the secret annex and kept it shortly after the arrest of Frank family. She gave him his daughter Anne's diary. ഇവിടെ വീണ്ടും നമ്മുടെ മീപ്പ് ഗീസ് താരമായി വരികയാണ്. അവരെ സംരക്ഷിച്ച, അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത മീപ്പ് ഗീസ് നമ്മുടെ ആൻ ഫ്രാങ്ക് എഴുതിയ ഡയറി ഒന്നുപോലും ഒട്ടും ചോർന്നു പോകാതെ കളയാതെ അതെല്ലാം കളക്ട് ചെയ്ത് വച്ചിരുന്നു. അവൾ സൂക്ഷിച്ചു വച്ചിരുന്നു. ആൻ ഫ്രാങ്കിൻ്റെ പിതാവായ ഓട്ടോ ഫ്രാങ്ക് എത്തിയ ഉടനെ തന്നെ മീപ്പ് ഗീസ് ആൻ ഫ്രാങ്ക് എഴുതിയ ഡയറികളെല്ലാം ഹാൻഡ് ഓവർ ചെയ്തു, നൽകി, ആ ഓട്ടോ ഫ്രാങ്കിന് നൽകുകയുണ്ടായി. അതുവരെയും ഓട്ടോ ഫ്രാങ്കിന് തൻ്റെ മകൾ ഇത്തരത്തിൽ ഒരു ഡയറി എഴുതുകയാണെന്ന് ഒരു അവയർനെസ്സും ഇല്ലായിരുന്നു. ഓട്ടോ ഫ്രാങ്ക് വാസ് നോട്ട് അവെയർ ഓഫ് സച്ച് എ ഡയറി റിട്ടൺ ബൈ ഹിസ് ഡോട്ടർ. ലാസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെയാണ്, നിങ്ങൾ ആ സ്ലൈഡിൽ കണ്ടാൽ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓട്ടോ ഫ്രാങ്ക് കമ്പൈൽഡ് ദം ആൻഡ് പബ്ലിഷ്ഡ് ഇൻ നെതർലാൻഡ്സ് ഇൻ 1947 അണ്ടർ ദ ടൈറ്റിൽ ഹെറ്റ് ആക്സ്ഡ് ഹാസ് റെയർ ആനക്സ് എന്ന പേരിൽ. റെയർ ആനക്സ് ഡച്ച് ലാംഗ്വേജിൽ 1947 തനിക്ക് കിട്ടിയ ഡയറിയുടെ എല്ലാ ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് അതിനെ കമ്പൈൽ ചെയ്തുകൊണ്ട് 1947 ഡച്ച് ലാംഗ്വേജിൽ നെതർലാൻഡ്സിൽ പബ്ലിഷ് ചെയ്തു. ഓക്കെ. ഹി ഇവൻച്വലി പബ്ലിഷ് ഇൻ അമേരിക്ക ഇൻ 1942 ആസ് ദ ഡയറി ഓഫ് എ യങ് ഗേൾ. തുടർന്ന് ചില വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ അമേരിക്കയിൽ ഇംഗ്ലീഷ് രൂപത്തിൽ 1952 ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ അത് പ്രസിദ്ധീകരണം ചെയ്യുകയും ചെയ്തു. ഇന്ന് നമുക്കറിയാം മോർ ദാൻ 75 ലാംഗ്വേജസ് it is being translated, over 30 million copies sold so far. ഇതുവരെയും 30 മില്യണിലധികം കോപ്പീസ് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 75 പരം ലാംഗ്വേജസിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ആൻ ഫ്രാങ്ക് താൻ എഴുതിയ ആ ഡയറി ഇപ്പോഴും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒത്തിരി ആസ്വാദകരെ, റീഡേഴ്സിനെ സ്വാധീനിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ. Thank you. Have a nice learning day.